നമസ്കാരം, ഞാൻ ഡോക്ടർ സൗമ്യ വി. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കോൺസ്റ്റിപ്പേഷൻ എന്ന അവസ്ഥയെക്കുറിച്ചാണ്. പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവരെയും ബാധിക്കാവുന്ന ഒരു അവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. ശാസ്ത്രീയ നിർവചനങ്ങൾക്കനുസരിച്ച് 2-3 ദിവസത്തിൽ കൂടുതൽ നോർമൽ ആയിട്ട് ശോധന നടക്കുന്നില്ലെങ്കിലാണ് നമ്മളതിനെ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ മറ്റ് ചില അവസ്ഥകൾ കൂടി ഈ മലബന്ധത്തിനടിയിൽ ഉൾപ്പെടുത്താറുണ്ട്. സാധാരണ രാവിലെ ഉണർന്നെണീറ്റ് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ മലശോധന ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ മലം വളരെ കട്ടിയായി വേദനയോടുകൂടി ചെറിയ അളവിൽ മാത്രം പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്നൊരു പേരിട്ട് വിളിക്കാറുണ്ട്. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അനുഭവിക്കുന്നവർക്ക് ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. കോൺസ്റ്റിപ്പേഷൻ അധികകാലം നീണ്ടു നിൽക്കുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് നയിക്കുന്നത്. മലം പുറത്തേക്ക് പോകാനായിട്ട് അധികം സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള മലാശയത്തിനുള്ളിലെ രക്തക്കുഴലുകൾ അധികമായി വികസിക്കുകയും പുറത്തേക്ക് തള്ളി വരികയും ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇങ്ങനെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് തടിപ്പും അതോടൊപ്പം തന്നെ നേരിയ അളവിൽ ബ്ലീഡിങ്ങും വരാറുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ഫിഷറാണ്. ഈ കട്ടിയായ മലം പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വിള്ളലുകളുണ്ടായി ഫിഷർ എന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ആ ഫിഷറിൽ കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മലശോധനയുടെ സമയത്തുണ്ടാകുന്ന വേദനയും പുകച്ചിലുമാണ്. അവിടെയും ചെറിയ രീതിയിൽ രക്തസ്രാവം കണ്ടുവരുന്നുണ്ട്. ഈ ഫിഷർ അധികകാലം നീണ്ടു നിൽക്കുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായി അവിടെ ചെറിയ കുരുക്കൾ വരികയും പിന്നീട് അത് ഏനൽ ഫിസ്റ്റുല എന്നൊരവസ്ഥയിലേക്ക് വരികയും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. അപ്പം ഈ അവസ്ഥകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ കൃത്യമായി മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്ന തരത്തിലുള്ള ആഹാരവിഹാരങ്ങൾ ശീലിക്കുക തന്നെയാണ്. നന്നായി വെള്ളം കുടിക്കുക, നാരുകൾ അധികം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളിക്കുക, മസാലകളുടെയും ചായ, കോഫി എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, പുകവലി, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, ലഘുവായിട്ടുള്ള വ്യായാമം ശീലിക്കുക. ഇതൊക്കെ കൃത്യമായ മലശോധനയ്ക്ക് അത്യാവശ്യമാണ്. ഈ പറയുന്ന ജീവിതശൈലിയിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും മലബന്ധം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറുടെ സഹായത്തോടെ കൃത്യമായ ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അവസ്ഥ, മലബന്ധമുള്ളവർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സ്റ്റൂൾ സോഫ്റ്റനിങ് ആയിട്ടുള്ള ഏജൻസ് അധിക അളവിൽ കഴിക്കുകയും കാരണം മറ്റ് പല ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളിലേക്ക് അത് നയിക്കുകയുമാണ് സാധാരണ ചെയ്യുന്നത്. ഇത് ഒഴിവാക്കാനായി നമ്മൾ കൃത്യമായി ഒരു ഡോക്ടറെ സമീപിച്ചതിന് ശേഷം എന്താണ് ഈ മലബന്ധം ഉണ്ടാകുന്നെന്നുള്ള കാര്യം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ എടുക്കുന്നത് വഴി നമുക്കതിലേക്കുള്ള എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഭാവിയിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാനും പറ്റും, കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ കൃത്യമായി മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.